ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. പ്രത്യേകാൽ യൂട്യൂബ് ചാനൽ വഴി ഈ മീറ്റിംഗ് കേൾക്കുന്ന എല്ലാ അഭിഷുദ്ധന്മാർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവിലെയും അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാമല്ലോ. ഇന്ന് പകൽക്കാലം അല്പനിമിഷം ചിന്തിക്കാൻ 66-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 16-ാമത്തെ വാക്യം. സകല ഭക്തന്മാരായുള്ളവരെ വന്ന് കേൾപ്പി, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദാംശമാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ദാവീദാണ് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്, നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ 16-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ സകല ഭക്തന്മാരായുള്ളവരെ വന്ന് കേൾപ്പി. ഒരാളെ അല്ല വിളിച്ചത്, സകല ഭക്തന്മാരും. പ്രൈസ് ദി ലോർഡ്. ദാവീദിന് വേണ്ടി ദൈവം ചെയ്തത് വിവരിക്കുകയാണ്. സ്തോത്രം. വളരെ അതിശയകരമായി ആ വാക്ക് കണ്ടോ. സകല ഭക്തന്മാരായുള്ളവരെ വന്ന് കേൾപ്പി, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. നമുക്കറിയാം ദാവീദ് തന്നെ, ദാവീദിൻ്റെ അനുഭവം സകല ജനവും കാൺകെ തൻ്റെ സാക്ഷ്യം പ്രസ്താവിക്കുമെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഭക്തന്മാർക്ക് വേണ്ടി മാത്രമാണ് ഈ വാക്യം എഴുതി. ഭക്തന്മാരെ മാത്രം എന്ന് പറഞ്ഞാൽ പാസ്റ്റർമാരെ അല്ല ഉദ്ദേശിക്കുന്ന, ഭക്തന്മാർ, ദൈവത്തെ ഭയത്തോടെ സേവിക്കുന്നവരോട് ചില കാര്യങ്ങൾ വിവരിക്കാൻ ദാവീദിന് ഇന്ന് പകലിൽ മനസ്സ് വന്നിരിക്കുക. സ്തോത്രം. 1-ാമത്തെ വാക്യം പറയുന്നു, സകല ഭൂവാസികളായുള്ളവർ ദൈവത്തിൻ്റെ ഘോഷിപ്പ്. കണ്ടോ, അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കീർത്തിപ്പി, അവൻ്റെ സ്തുതി മഹത്വരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തിനായി, ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി ദാവീദ് തന്നെ എത്ര ഉയർത്തിയിട്ടും. സ്തോത്രം. ഇന്ന് പകൽ ഹല്ലേലൂയ നമ്മോട് ദൈവാത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കുക. ഇന്ന് പകലിൽ ദൈവ പൈതലേ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിനകത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരൂപണങ്ങൾ, ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ആമേൻ സഹിക്കുന്ന ചില വേദനകളും ചില വാക്കുകളും, അത് എല്ലാ ദിവസവും നമുക്ക് അതൊരു വേദനയായിരിക്കത്തില്ല കേട്ടോ. ആമേൻ. അത് നിനക്ക് മാത്രം ദൈവം തന്നൊരു ബോണസാണ്. ആമേൻ. വേറെ ആരും തന്നതല്ല കേട്ടോ. ചില വേദനകളൊക്കെ ദൈവം തരുന്നതാണ്. ആമേൻ. ചില ഒറ്റപ്പെടലുകളും ചില ഭാരങ്ങളും ഒക്കെ ദൈവം തരുന്നതാണ്. പക്ഷേ ഇവിടെ പറയുന്നു, സകല ഭക്തന്മാരായുള്ളവരെ വന്ന് കേൾപ്പീൻ, വന്ന് കേൾപ്പീൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി. കണ്ടോ, ദാവീദിൻ്റെ പ്രാണന് വേണ്ടി ദൈവം ചെയ്ത അത്ഭുതം ചെറുതല്ല, വലിയ അത്ഭുതമാണ് ദൈവം ചെയ്തിരിക്കുന്നത്. ചെറിയ അത്ഭുതമാണെങ്കിൽ നമുക്ക് കാണാൻ, പക്ഷെ ഇത് അതൊന്നും അല്ല, വലിയ അത്ഭുതമാണ് ദൈവം തനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഓരോ കാര്യങ്ങളും ദാവീദ് പറഞ്ഞു കഴിഞ്ഞാൽ, ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദിനെ തകർക്കാൻ വന്ന് നിൽക്കുന്ന ഒത്തിരി പ്രതിസന്ധികളുണ്ടായിരുന്നു. പക്ഷെ അവിടെ എല്ലാം ദാവീദ് ദൈവത്തെയാണ് മുൻപേ നിർത്തിയത്. ഹല്ലേലൂയ. അവിടെ 15-ാമത്തെ വാക്യത്തിൻ്റെ പ്രാരംഭ വാക്ക് വായിക്കുക. ഞാൻ ആട്ടുകൊറ്റന്മാരുടെ സൗരഭ്യവാസനയോട് കൂടെ, ആമേൻ, സ്തോത്രം, തടിച്ച മൃഗങ്ങളെ നിനക്ക് ഹോമയാഗം കഴിക്കും. ഹല്ലേലൂയ. നോക്കിക്കേ, ഞാൻ കാളകളെയും കോലാട്ടുകൊറ്റന്മാരെയും അർപ്പിക്കും. അല്ലെ, എന്തിനു വേണ്ടിയെന്നറിയാമോ? ദാവീദിൻ്റെ പ്രാണനെ കർത്താവ് കാത്തത് കൊണ്ട്.
എത്രയോ പ്രാവശ്യം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം ചെയ്തു അല്ലേ? നമ്മുടെ പ്രാണനെ നിർത്തിയില്ലേ? നമ്മുടെ കൂടാരത്ത് നിന്ന് ഈ പ്രാണൻ നശിച്ചു പോകേണ്ട മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു. ആമേൻ. ഇതൊക്കെ ഓർത്ത് ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? സ്തോത്രം. നിങ്ങൾ നോക്കിക്കേ, ലോക മനുഷ്യനെ നമുക്ക് നോക്കാം. ഒരു മൈക്കിൾ ജാക്സനെ നമുക്ക് നോക്കാം. പുള്ളി ഒരു ഡാൻസറാണ്, ഞാൻ ഇഷ്ടപ്പെടുന്നൊരു യുവാവാണ്. സ്തോത്രം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനകത്ത് അദ്ദേഹം മാക്സിമം അദ്ദേഹത്തിൻ്റെ പ്രായത്തിനകത്ത് അങ്ങേരെ ഏൽപ്പിച്ചതെല്ലാം അങ്ങേര് ചെയ്തു. സ്തോത്രം. പക്ഷെ ഇന്നും കോടിക്കണക്കിന് ജനത്തിൻ്റെ ഹൃദയത്തിൽ അങ്ങേര് മരിച്ചിട്ടില്ല. കാര്യം എന്ത്? ഒരു മനുഷ്യൻ്റെ കാര്യമാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, ഡാൻസുകൾ, അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്നിരിക്കുന്ന സ്പീച്ചുകൾ. എന്തിനേറെ നമുക്കറിയാം, ബ്രൂസ് ലീ നമുക്കറിയാം. ഇതേപോലത്തെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഇനി ഉണ്ടാകത്തില്ല. അത്രമേൽ ശക്തനായ കരുത്തുറ്റ മനുഷ്യൻ. ഇന്നും ബ്രൂസ് ലീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൗവനക്കാരുടെ ഹരമാണ് അല്ലേ? എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത്? ദൈവകുഞ്ഞെ, ഒരു കാര്യം വ്യക്തമായിട്ട് പറയട്ടെ. നമ്മൾ രക്ഷിക്കപ്പെട്ട് ദൈവകുഞ്ഞ് ഇന്ന് പകൽക്കാലം ദൈവത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അത് നിന്റെ ജീവിതത്തിനകത്ത് നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തിനു വേണ്ടി ചെയ്യുന്നത് അത് ലോകരാജ്യങ്ങൾ അറിയണം. ഒരു പാട്ടായിരിക്കാം, ഒരു പ്രാർത്ഥനയായിരിക്കാം. നമ്മളൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്ത് മടുത്തവരാ അല്ലേ? പാടാൻ പറ്റുന്നില്ല, ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ബൈബിൾ വായിക്കാൻ പറ്റുന്നില്ല അല്ലേ? എല്ലാ സാഹചര്യവും ദൈവം തന്നില്ലേ? എല്ലാ സാഹചര്യവും ദൈവം തന്നു. വായിക്കാനുള്ള കഴിവ് തന്നു, വായിക്കാനുള്ള അറിവ് തന്നു, വിദ്യാഭ്യാസം തന്നു, ഏതെല്ലാം ഭാഷ നമുക്ക് കൈകാര്യം ചെയ്യാൻ അറിയല്ലേ? എല്ലാം ചുരുട്ടി മടക്കി തലണയ്ക്കകത്ത് വെച്ച് കയറി ഇരിക്കുക. ഇരുന്നോളൂ, അവിടെ ഇരിക്കട്ടെ. സ്തോത്രം. ഇതെല്ലാത്തിനും ഒരു ദിവസം കണക്ക് പറയേണ്ട ദിവസം ഉണ്ടാവും. അന്ന് കർത്താവേ, എനിക്ക് അവസരം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു നിന്റെ വചനം വായിക്കാൻ, നിന്റെ നാമത്തെ പാടാൻ, നിന്റെ നാമത്തിൽ പ്രസംഗിപ്പാനൊക്കെ എനിക്ക് അവസരം കിട്ടി. പക്ഷെ ഞാൻ അതെല്ലാം എൻ്റെ സമയത്തിന് ഞാൻ അതൊക്കെ മാറ്റിവെച്ചു. സ്തോത്രം. പക്ഷെ നിന്റെ സമയത്തിന് വേണ്ടി എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആമേൻ. കഴിഞ്ഞ ദിവസം ഒരു 92 വയസ്സായ മാതാവ് എണീറ്റത് സാക്ഷ്യം പറഞ്ഞിങ്ങനെയാ: കർത്താവിൻ്റെ മക്കളെല്ലാവരും പ്രാർത്ഥിക്കണം, ഇനിയുള്ള ദിവസം മുഴുവനും ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കും. ഈ 92 വയസ്സായ അമ്മച്ചി. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, നിന്റെ ആയുസ്സിൻ്റെ ദിനത്തിൽ നിനക്ക് ഓടാന്ന് കഴിയുന്ന അത്രയും നീ ദൈവസന്നിധിയിൽ ഓടണം. പ്രൈസ് ദി ലോർഡ്. ഇന്നെനിക്ക് ആരോഗ്യമുണ്ട്, ഇന്നെനിക്ക് കഴിവുണ്ട്, ഇന്നെൻ്റെ കൂടെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്, അതുകൊണ്ട് എനിക്കിതിനൊന്നും സമയമില്ല പാസ്റ്ററെ, ഞാൻ പോയില്ലെങ്കിൽ അത് നടക്കത്തില്ല, ഞാൻ ആ കാര്യത്തിൽ ഇടപെട്ടില്ലെങ്കിൽ അത് നടക്കത്തില്ല, അവരാരും ചെയ്യത്തില്ല. ഇങ്ങനെ പറയുന്ന ഒത്തിരി പേരെ നമുക്ക് കാണാൻ കഴിയുന്നു ആത്മീയ ഗോളത്തിൽ. പക്ഷേ ദാവീദ് പറയുന്ന നോക്കിക്കേ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി, കണ്ടോ, നിന്റെ പ്രാണന് വേണ്ടി എന്തെല്ലാം ചെയ്തു ദൈവം. ദൈവദാസനെ, നിങ്ങളോടാ പറയുന്നത്, എന്നേ നിങ്ങൾ മരിച്ചു പോകേണ്ടവനായിരുന്നു, എന്നേ പണ്ടേ നിങ്ങൾ ഈ ഭൂമി മാറ്റപ്പെടേണ്ടവനായിരുന്നു. ആമേൻ. ഒരു അപകടം പറ്റിയപ്പോൾ, ഒരു പ്രയാസം വന്നപ്പോൾ തീരുമാനമെടുത്തു, കർത്താവേ, ഞാൻ നിന്റെ നാമത്തിന് വേണ്ടി എല്ലാം ചെയ്യും. നിന്റെ അടുക്കളയിൽ കൊണ്ട് ദൈവം കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടെന്ന് ചെയ്തോ? അതിനെയും പുറംകാലുകൊണ്ട് ചവിട്ടിക്കളഞ്ഞിട്ട് മരിച്ചു മൺമറയുന്ന മനുഷ്യന് വേണ്ടി കൊടി പിടിക്കാനും പോസ്റ്റ് ഒട്ടിക്കാനും ഇറങ്ങിച്ചാടുന്ന മനുഷ്യ, നിന്നോടാ പറയുന്നേ, കർത്താവ് നിന്റെ പ്രാണനെ സൂക്ഷിച്ചത് കൊണ്ടാ ഇന്ന് നിന്നെ തേനീച്ച പോലെ മനുഷ്യൻ വളയുന്നേ. രക്ഷിക്കപ്പെടാത്ത,
പ്രൈസ് ദി ലോർഡ്. ആമേൻ. നീ അവരെ കൂടെ നടന്ന് സമയം പോക്കാനല്ല ദൈവം നിന്നെ വിളിച്ചേ. ദൈവരാജ്യത്തിന് വേണ്ടി, വ്യാപ്തിക്ക് വേണ്ടി നിന്നിൽ കൂടെ ചെയ്തെടുക്കുവാൻ വേണ്ടി ആ ദൈവം നിന്നെ ഈ ഭൂമിയിൽ ശേഷിച്ചിരിക്കുന്നത്. നിനക്ക് ലഭിക്കുന്ന സമയം മുഴുവനും കർത്താവിന് വേണ്ടി നീ പ്രവർത്തിക്കണം. 17-ാമത്തെ വാക്യം പറഞ്ഞു, ഞാൻ എൻ്റെ വായ് കൊണ്ട് അവനോട് നിലവിളിച്ചു. കണ്ടോ? ആമേൻ. സ്തോത്രം. എൻ്റെ നാവിന്മേൽ അവൻ്റെ പുകഴ്ച ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. പട്ടിണിയാകട്ടെ, ദാരിദ്ര്യമാകട്ടെ, വേദനയാകട്ടെ, ബുദ്ധിമുട്ടാകട്ടെ, ദൈവം നിന്റെ പക്ഷത്തുണ്ടെങ്കിൽ ഉടബൽ കമനബ ചുടമനരകതുനി അതുരകരകതന ധൂരമനാരകൽക്കനാദി. ദൈവം നിന്റെ പക്ഷത്തുണ്ടെങ്കിൽ, ദൈവം നിന്റെ പടകിലുണ്ടെങ്കിൽ നിന്നെ ആർക്കും തോൽപ്പിക്കാൻ കഴിയത്തില്ല. ദൈവം നിന്റെ ജീവിതത്തിന്റെ വഴിയിലുണ്ടെങ്കിൽ, ദൈവം നിന്റെ പ്രവൃത്തിയിലുണ്ടെങ്കിൽ, ദൈവം നിന്റെ ഇടപാടുകളിലുണ്ടെങ്കിൽ നിന്നെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല. കാരണം നീ ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുന്ന ഒരു ദൈവ പൈതലാണ് എന്നൊരു ബോധ്യം നിന്റെ ഹൃദയത്തിനകത്തുനിന്ന് പകൽക്കാലം വേണം. അതുണ്ടെങ്കിൽ നിന്റെ ശൂന്യതകളെ ദൈവം അനുഗ്രഹമാക്കാൻ പോകുക. നിന്റെ പരാജയങ്ങൾ എന്ന് നീ അത് വിജയമാക്കാൻ പോകുക. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഇവിടെ വായിച്ചത് ഇങ്ങനെയാണ്. ആമേൻ. അവൻ എൻ്റെ പ്രാണന് വേണ്ടി, ദൈവ പൈതലേ, നിന്റെ പ്രാണന് വേണ്ടി കർത്താവിൻ്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോഴും നിനക്കൊരു പോർലും സംഭവിക്കാൻ പാടില്ല എന്ന് എൻ്റെ കർത്താവ് അവൻ നിന്നെ കരുതിയെങ്കിൽ ഇന്നു മുതൽ സമയമുണ്ട്, ഇനിയും സമയമുണ്ട്. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, ലഘുലേഖകളും ട്രാക്റ്റുകളുമായി വീടുകൾ ഭവന സന്ദർശിക്കുവാൻ, തെരുവിൽ ട്രാക്റ്റുകൾ വിതരണം ചെയ്യുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുവാൻ. ഒരു സ്പിരിറ്റിൽ കയറി വന്നിട്ട് പിന്നെ ഡൗൺ ആയി പോകരുത്. ആമേൻ. കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി നിൽക്ക്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാൻ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, ജനത്തെ ഏൽപ്പിക്കുന്നു. അത്ഭുതം ചെയ്യും. കൃപയുടെ മറവിൽ മറയ്ക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ.